സാർ പറയൂ. അഹമ്മദ്, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വിവാഹം സംബന്ധിച്ച് ഈ ശരീഅത്തിലെ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉയരുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാസർഗോട്ടെ ചലച്ചിത്ര നടൻ കൂടിയായ അഡ്വക്കേറ്റ് ഷുക്കൂർ, ഭാര്യ ഷീന ഷുക്കൂർ, അവർ നേരത്തെ വിവാഹം ചെയ്തത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രണ്ടാം വിവാഹം എന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞാണെന്ന് ഒരു പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ, രണ്ടാം വിവാഹമൊന്നുമല്ല, ഞങ്ങളത് രജിസ്റ്റർ ചെയ്തു, പഴയൊരു വിവാഹം എന്നേ ഉണ്ടായുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. സ്വത്ത് അവർക്ക് തന്നെ കിട്ടണം. ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് അങ്ങനെയല്ല. അത് ഭർത്താവിൻ്റെയോ ഈ ഭാര്യയുടെയൊക്കെ സഹോദരന്മാർക്ക് കിട്ടുന്ന തരത്തിലാണ് ഈ മറ്റേ കാലശേഷം. അങ്ങനെയാണ് പിന്തുടർച്ചാവകാശം ശരീഅത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് അവർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ കണക്കെടുത്ത് വരുമ്പോൾ ഈ മുസ്ലിം ദമ്പതിമാർ ധാരാളമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവാഹം. അതിലൊരു പ്രവാഹം പോലെ വരുന്നുണ്ട്. എല്ലാ ജില്ലയിലെയും കണക്ക് കിട്ടിയിട്ടില്ലെങ്കിലും 2 ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏതാണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കാസർഗോഡും തൃശ്ശൂരും. തൃശ്ശൂരിൽ 144 വിവാഹങ്ങൾ ഈ സംഭവത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് 133 എണ്ണം. അങ്ങനെ കേരളത്തിലെ ആ 2 ജില്ലകളിൽ നിന്ന് 277 എണ്ണം. ഇതിൽ ഏറ്റവും കൂടുതൽ അന്തിക്കാട്, തൃശ്ശൂർ 80 വിവാഹങ്ങൾ, മുസ്ലിം വിവാഹങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തു. ഇനി ഓരോ സ്ഥലവും പറയാം. പഴയന്നൂർ 13, തൃശ്ശൂർ ജില്ല. എരുമപ്പെട്ടി 7, അന്നമനട 7, അണ്ടത്തോട് 12, അന്തിക്കാട് 80, കുന്നംകുളം 18, മുല്ലശ്ശേരി 1, കാട്ടൂർ 6, ഉദുമ 6, കാസർഗോഡാണ് കാസർഗോഡ്, ഉദുമ 6, നീലേശ്വരം 10, തൃക്കരിപ്പൂർ 44, രാജപുരം 8, കാസർഗോഡ് 19, മഞ്ചേശ്വരം 17, ഹോസ്ദുർഗ് 15, ബദിയടുക്ക 14. രജിസ്റ്റർ ഓഫീസുകളായിരിക്കും ഈ പറയുന്നത് അല്ലേ? ഓരോ രജിസ്റ്റർ ഓഫീസിൽ വന്ന രജിസ്ട്രേഷൻ ആയിരിക്കും. അതെ. ഇത് ഏറ്റവും പുതിയ വിവാഹങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യുന്നതാണോ അതോ റീമാരേജ് ആണോ, റീ രജിസ്ട്രേഷൻ? ഇതിൽ അത് ആ കണക്കുകളിൽ വ്യക്തമായിട്ട് വരുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുന്നത് ഷുക്കൂർ ചെയ്ത പോലെ തന്നെ സ്വത്ത് നേരത്തെ ശരീഅത്തനുസരിച്ചിട്ട് വിവാഹം ചെയ്തിരിക്കുന്നു. ഇത് രജിസ്റ്റർ ചെയ്യുന്നു ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അത് ഈ പിന്തുടർച്ചാവകാശ ഇഷ്യൂ വരുന്നത് കൊണ്ട് വേറെ ആർക്കെങ്കിലും സ്വത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തതാണ് ഇത് എല്ലാം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അതിൽ മകനില്ല എങ്കിൽ 3-ൽ 2 മാത്രം ആണ് പെൺകുട്ടികൾക്ക് കിട്ടുക. ബാക്കി പുരുഷൻ്റെ സഹോദരങ്ങൾക്ക് പോകും. ഒരു സ്ഥലത്ത് ഞാൻ ഈ ഭാര്യയുടെ സഹോദരങ്ങൾക്കും കിട്ടാം എന്ന് വായിച്ചു. ശരീഅത്തിൽ അങ്ങനെയുണ്ടെന്ന്. ഭർത്താവിൻ്റെ മാത്രമല്ല, ഭാര്യയുടെ ആങ്ങളമാർക്കും കിട്ടാം എന്ന് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഇവർ മറ്റേ വിവാഹം ചെയ്ത് ഷുക്കൂറും ഭാര്യ ഷീനയും 1994 ഒക്ടോബർ 6-ന്. അത് ശരീഅത്ത് 94 പഴയത്. അതെ, പഴയത്. അത് ശരീഅത്ത് പ്രകാരമൊക്കെയാണ്. 29 വർഷത്തിന് ശേഷം മാർച്ച് 8, 2023 അന്നാണ്. അത് ലോക വനിതാ ദിനം കൂടിയായിരുന്നു. അതെ. ഷീന 2 മറ്റേ ലോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്. അത് മുസ്ലിം ഫാമിലി ലോയിലാണ് അവരുടെ PhD ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തിയറി കൂടുതൽ അറിയാം എന്ന് ഷുക്കൂർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷുക്കൂർ ആ സമയത്ത് ബാപ്പയ്ക്ക് 82 വയസ്സായി. ബാപ്പയോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ബാപ്പ സമ്മതിച്ചു. ബാപ്പ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് ഷുക്കൂർ ഒരു അഭിമുഖത്തിൽ വായിച്ചത് ഞാൻ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ വായിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇവർ രജിസ്റ്റർ ചെയ്ത ശേഷം ബാപ്പ താമസിക്കുന്ന കാസർഗോഡല്ല, പയ്യന്നൂരാണ്.
ആണോ? ആ, ബാപ്പ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ചെറുവത്തൂർക്കാരാണ് ശരിക്കും. അതെ. അപ്പോൾ ബാപ്പയെ പോയി കണ്ടപ്പോൾ പലഹാരമൊന്നും ഇല്ലേ എന്ന് ബാപ്പ ചോദിച്ചു. എന്ന് നിങ്ങൾ വിവാഹം ചെയ്തു എന്ന് ചോദിച്ചു എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷുക്കൂർ പറയുന്നത് വോട്ടർ എന്ന നിലയിൽ ഇവിടെ ആണും പെണ്ണും തുല്യരാണ്. പിന്നെ ഈ കാര്യത്തിൽ മാത്രം പിന്തുടർച്ചാവകാശം വരുമ്പോൾ എന്താണ് ഈ ഈക്വാളിറ്റി ഇല്ലാതിരിക്കുന്നത്? അങ്ങനെ ആലോചിച്ചിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ജീവിതത്തിൽ നിന്നൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷുക്കൂറിൻ്റെ ഉമ്മയുടെ ഉമ്മ മരിച്ചുപോയി. 2 ആൺമക്കളായിരുന്നു അവർക്ക്, ഒരു മകള്. ആ മകളെന്ന് പറയുന്നതാണ് ഷുക്കൂറിൻ്റെ ഉമ്മ. പക്ഷേ ഷുക്കൂറിൻ്റെ ഉമ്മ ആ ഉമ്മയുടെ ഉമ്മയ്ക്ക് മുമ്പേ മരിച്ചുപോയി. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ജനിച്ച വീട് അതിൽ ഉമ്മ പിന്നെ ഉമ്മുമ്മ അവരുടെ പേരിലായിരുന്നു ആ വീട്. പക്ഷേ ഉമ്മുമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അവരുടെ ഓഹരി ആൺമക്കൾക്കാണ് പോയത്. ആ വീട്ടിൽ തന്നെ ജീവിച്ച ഉമ്മയുടെ ഓഹരി ഇവർക്ക് കിട്ടുന്നില്ല. എന്നിട്ട് ആ ഉമ്മയുടെ ഓഹരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് ഇവർ മാർക്കറ്റ് വില കൊടുത്തിട്ടാണ് സ്വന്തം വീട് വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ അസമത്വം, ഈ ശരീഅത്ത് കൊണ്ട് ഈ കുടുംബങ്ങൾ 1937 പക്ഷേ മുസ്ലിം പേഴ്സണൽ ലോ അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സത്യത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ പിന്തുടർച്ചാവകാശത്തിൻ്റെ കാര്യം പറയുന്നില്ല. പക്ഷേ കോടതികൾ എടുക്കുന്ന 1906 സർ DH മുള്ള എഴുതിയ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ ആണ് എടുക്കുന്നതെന്ന്. മറ്റേതിൽ ക്ലാരിറ്റി ഇതിനെ സംബന്ധിച്ച് പറയാത്തത് കൊണ്ട് ഈ മുസ്ലിം മുഹമ്മദൻ ആക്റ്റാണ് അതിൽ അപ്ലൈ ചെയ്യാറ് കോടതികളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ഞങ്ങളൊരു അപകടത്തിൽ 2 പേരും മരിച്ചുപോയാൽ 3-2 മാത്രമേ എൻ്റെ 3 പെൺമക്കൾക്കും കിട്ടുള്ളൂ. ബാക്കി എന്തിനാണ് ഈ സഹോദരങ്ങൾ ഒരു കാര്യമില്ലാതെ ആൺമക്കൾക്ക് കൊടുക്കുന്നത്? ഭരണഘടനയുടെ 14-ാം വകുപ്പിൽ ഈക്വൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. അതിന് വിരുദ്ധമാണ്. സെക്ഷൻ 3 ശരീഅത്ത് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേര് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ശരീഅത്ത് ആക്ടിൻ്റെ 3-ാം വകുപ്പിൽ പറയുന്നുണ്ട്, കോർട്സ് മേ എന്നുള്ളതാണ് അവിടെ ഒരു വിഷയം, ഷാൽ എന്നല്ല. കോർട്സ് മേ അപ്ലൈ ദി റൂൾസ് ഓഫ് മുസ്ലിം ലോ ഇൻ കേസസ് ഓഫ് അഡോപ്ഷൻ, will and legacies, and people can make a declaration in front of a prescribed officer appointed by the government. മേ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഓഫീസറെ വെച്ചിട്ടില്ല. ഷാൽ എന്നാണെങ്കിൽ വെക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ പക്ഷേ ശരീരത്തെ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മുൻപ് നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്കും മനസ്സിലായി. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന പല മുസ്ലിം സുഹൃത്തുക്കൾ, പഴയ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പല ആളുകളും മുമ്പ് തന്നെ, ഒരുപക്ഷെ ഷുക്കൂറിന് മുമ്പ് തന്നെ ചെയ്തവരുണ്ട്. എന്നാൽ നമ്മൾ പലരും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. യൂസുഫ് അലി നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ കമാൽ പാഷ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ അന്നൊക്കെ ഇത് മൂടി വെച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ വാർത്തയാകുന്നത് അത്ര അന്തസ്സല്ല. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയും മുസ്ലിം ക്ലർജി അവരതെങ്ങനെ കാണും, അപ്പോൾ സമൂഹം ഇവരെ ഒരു മതവിരുദ്ധനായി ചിത്രീകരിക്കുമോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഷുക്കൂർ സംഭവം. ഷുക്കൂർ പക്ഷേ വളരെ ബോധപൂർവം അതൊരു പബ്ലിസിറ്റി മാനിയാണെന്നൊക്കെ ആളുകൾ അന്ന് അദ്ദേഹത്തെ കളിയാക്കാനൊക്കെ ഇടയായെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മീഡിയ വലിയ തോതിൽ ആഘോഷിച്ചിട്ടുണ്ട്. ഒരു കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ദൈവങ്ങളെപ്പോലെ സ്വീകാര്യതയുള്ളൊരു സാധനമാണ് മീഡിയ. മീഡിയയിൽ ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതും അങ്ങനെയാണല്ലോ. മീഡിയയാണ് നമ്മൾ പെരുന്നാൾ തീരുമാനിക്കുക, മീഡിയയാണ് ഓണം എങ്ങനെ ആഘോഷിക്കണം തീരുമാനിക്കുക, മീഡിയയാണ് പിറന്നാൾ ഉണ്ടാക്കുക, രാമായണം എങ്ങനെ വായിക്കണം, അതാണ് എല്ലാം മീഡിയയാണ് തീരുമാനിക്കുക. അപ്പോൾ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷുക്കൂർ വക്കീൽ ഇപ്പോൾ സിനിമാ നടനായി. പിന്നെ ആ ഷുക്കൂർ വക്കീൽ തന്നെ
റീമാരേജ് 30 കൊല്ലം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തു. ഇപ്പോൾ ഇതൊക്കെ കൗതുകം മാത്രമല്ല, വീണ്ടും വിവാഹം ചെയ്തു എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, അത് പക്ഷേ ഒരാൾ ഷുക്കൂർ വക്കീലിനെ പോലും മക്കളും ഈ ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ഷുക്കൂറിനെ ഷീനയൊക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബം വിവാഹ വാർത്ത എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് റീമാരേജ് തന്നെയാണല്ലോ ആളുകൾ വായിക്കുക. അല്ല, അങ്ങനെ തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഒരു പബ്ലിസിറ്റി ഉണ്ടാകട്ടെ ഈ വിഷയത്തിൽ. അല്ലതെ, മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു പബ്ലിസിറ്റിയാണ്. അപ്പോൾ സത്യത്തിൽ അത് പബ്ലിസിറ്റി എന്ന അർത്ഥത്തിൽ അതിനോട് ഒരു ചെറിയ പരിഹാസമൊക്കെ വന്നു തുടക്കത്തിൽ. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി എന്നാണ് ഇപ്പോൾ സാറിൻ്റെ ഈ വാർത്ത കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് ആത്യന്തികമായി ഇപ്പോൾ മതത്തിനു മീതെ, നമ്മുടെ മതത്തിൻ്റെ വിധിവിലക്കുകൾക്ക് മീതെ നമ്മുടെ പൊതു സ്വീകാര്യത കിട്ടുന്ന മാധ്യമങ്ങളിൽ ഒരു പുതിയ പരിഷ്കാരം വരുമ്പോൾ അത് പകർത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, വിവാഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹലാലാക്കപ്പെടുന്ന ഒരു കർമ്മമാണെന്നൊക്കെ പറയുമെങ്കിലും വിവാഹം യഥാർത്ഥത്തിൽ സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന്. പണ്ട് അതൊരു മാർസിയൻ വ്യൂ ആണ്, അറിയാലോ സാറിന്. അത് ഏംഗൽസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് ഭൂമിയിൽ സ്വകാര്യ സ്വത്ത് എന്ന സങ്കല്പം ഇല്ലാതാവുന്നുവോ അന്ന് ഇല്ലാതാവുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന്. അപ്പോൾ സത്യത്തിൽ മനുഷ്യൻ അത് നല്ല അടിസ്ഥാനപരമായി മനുഷ്യന് ആ ചിന്തയുണ്ട്. ആത്യന്തികമായി ഞാൻ കുടുംബം നിലനിർത്തുന്നത് എന്തിനാണ്? എൻ്റെ സ്വത്ത് എന്നൊരു കൺസെപ്റ്റിൽ ആണ് ഇത് ആത്മീയമായതോ ഈ വൈകാരികമായതോ, അതായത് സ്പിരിച്വലോ ഇമോഷണലോ ആയ ഒരു കണ്ടൻറ്റിലല്ല ഈ സാധനം നിൽക്കുന്നത്, കുടുംബം എന്ന സ്ഥാപനം നിൽക്കുന്നത്. ആത്യന്തികമായി അത് സ്വകാര്യ സ്വത്തിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വത്താണ് പ്രധാനം. അല്ലെങ്കിൽ ഇപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ്, ദൈവമാണ് ജനിപ്പിക്കുന്നത്, ദൈവമാണ് മരിപ്പിക്കുന്നത്. ആരെപ്പോൾ മരിക്കുമെന്ന് ദൈവത്തിനല്ലേ അറിഞ്ഞൂടൂ, നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിത് അനുഭവിച്ചതാണ്. എൻ്റെ ഉപ്പ നേരത്തെ മരിച്ചു, വല്യപ്പ അതിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സ്വത്തിന് അവകാശമില്ല. പിന്നെ അത് കേസും കൂട്ടും തർക്കവും. ഇതെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു ശതമാനം ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഷുക്കൂർ ഉമ്മമാരുടെ കാര്യത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്ന പോലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ കുറേ കൂടി സ്വീകാര്യത വന്നിരിക്കുന്നു. അതിന് എന്താ വെച്ചാൽ നമ്മുടെ സ്വത്ത് കൂടി സുരക്ഷിതമാക്കാം. നമ്മുടെ സ്വത്ത് എന്താണ്? മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത്, അതിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ആ സ്വത്ത് മക്കൾക്ക് തന്നെ കിട്ടുന്നു. അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ. ആൺകുട്ടികളില്ലെങ്കിലും സമ്പൂർണ്ണമായി പെൺകുട്ടികൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ, തൻ്റെ സ്വത്ത് തൻ്റെ കുടുംബത്തിന് തന്നെ അനുഭവിക്കാൻ അവസരം ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ടെൻഡൻസി, ഒരു സ്വീകാര്യത, ഒരു പക്ഷേ പടച്ചോനെ തന്നെ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തേക്കാൾ ഈ ബാപ്പാനോടൊന്ന് ചോദിക്കട്ടെ എന്നേ ഷുക്കൂറിന് തോന്നിയുള്ളൂ. ഈ നിക്കാഹ് നടത്തി തന്നത് പാണക്കാട് തങ്ങളാണ്, അറിയോ? ഞാൻ പങ്കെടുത്താണ്. പാണക്കാട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ മലപ്പുറത്ത് നിന്ന് ഷുക്കൂറിൻ്റെ നിക്കാഹിന് കൊണ്ടുപോയത് ഞാനാ. എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഷുക്കൂറിൻ്റെ സുഹൃത്താണ്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, AP ഒക്കെ വരുമ്പോൾ തങ്ങളെയും കൊണ്ട് തങ്ങളിപ്പാപ്പ ചെന്ന് ആ തങ്ങളിപ്പാപ്പനോടൊന്നും ചോദിക്കട്ടെ എന്ന് ഷുക്കൂറിന് തോന്നിയില്ല. ഷുക്കൂറിന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ കാലത്തിന് തോന്നുന്നില്ല, പുതിയ തലമുറക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഷുക്കൂറിന് ബാപ്പയെ കുറച്ച് ഭയം പഴയ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഷുക്കൂർ പറഞ്ഞത് ബാപ്പ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇതിൽ ഷുക്കൂറിൻ്റെ അഭിമുഖത്തിലുള്ളൊരു കാര്യം, ഈ മൂത്ത മകൾ ലോ പഠിച്ച് ഡൽഹിയിലാണല്ലോ. ഈ മൂത്ത മകളാണ് ഷുക്കൂറിൻ്റെ ഉപ്പയെ ആദ്യം വിളിച്ചതെന്ന്. ആയിരിക്കും. പിന്നെ ഷുക്കൂർക്ക് തന്നെ ഉപ്പാനെ ഭയങ്കര പേടിയാവാനുള്ള കാരണമുണ്ട്. ഇവർ ലോ പഠിച്ച് ഒരേ കോളേജിൽ, കോഴിക്കോട് ലോ കോളേജിൽ ലോ പഠിക്കുമ്പോൾ പരസ്പരം പ്രണയിച്ചവർ രണ്ടുപേരും. ഒരാൾ ഷീന പാലക്കാട്ടുകാരിയാണ്, ഷുക്കൂർ ഈ കാസർഗോട്ടുകാരുടെ ഒരു രീതി അനുസരിച്ച് വടക്കോട്ട് പോകും തോറും ഈ കടുത്ത സ്ത്രീധനം അങ്ങനെയുള്ള വലിയ ഡിമാൻഡാണ്. തറവാടിൻ്റെ മഹിമ കൂടും തോറും അവരുടെയൊക്കെ ബിസിനസ് ലോകത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം, കച്ചവടത്തിൻ്റെ ആസ്തിയൊക്കെ കൂടും തോറും കൂടുതൽ അവരാരാവട്ടെ. ഇപ്പോൾ ഈ ഷുക്കൂറിൻ്റെ കല്യാണത്തിലും അതുണ്ടായിരുന്നു. അന്ന് ഷുക്കൂറിൻ്റെ കല്യാണത്തിൽ മക്കൾ ഇതാ LLB-കാരാണ്, വക്കീലാണ്, നാളെ ജഡ്ജി ആവാൻ സാധ്യതയുള്ള കുട്ടീനെയാണ് കെട്ടിക്കൊണ്ട്, അതൊന്നും വിഷയമല്ല. വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്ന് ചോദിച്ചിരുന്നൊരു വാപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് എത്രത്തോളം പുരോഗമിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വാപ്പാനോട് ചോദിക്കുക എന്ന് പറയുന്നൊരു പേടി, കാരണം അന്നത് കഷ്ടപ്പെട്ടിട്ടുണ്ട് നടത്താൻ. അവസാനം എനിക്ക് തോന്നുന്നു ഈ ഷുക്കൂർ ഒക്കെ ഒന്ന് മൂളിക്കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു ധാരണയിലൊക്കെയാണ് നടന്നത്. ഉപ്പാൻ്റെ പൂർണ്ണ സമ്മതത്തോടെ, മീൻസ് അങ്ങനെ ഒരു സന്തോഷത്തോടെ അല്ല. കാരണം ഈ കുട്ടി ഒന്നും കൊണ്ടുവരാതെ, കാരണം ഈ ഷീനയുടെ ഫാദർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചത് അവർക്ക് മുഴുവൻ പെൺകുട്ടികളാണ്.
3 4 എന്നാണ് ഓർമ്മ. ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഷീനയുടെ വാപ്പ ഗൾഫ് പോയി അധ്വാനിച്ചിരുന്നത്. ഒന്നും സമ്പാദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തു കൊടുക്കാൻ ഈ വലിയ ആസ്തിയൊന്നുമില്ല. അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എത്ര ഭൂമി തരും, ഏത് കാറ് തരും എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നുണ്ട്. ബാപ്പാനോട് ചോദിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഈ അഹമ്മദ് മാഷ് പറഞ്ഞതിൻ്റെ അകത്ത് ഈ ശ്രദ്ധിച്ചൊരു കാര്യം, ഉപ്പയോട് ചോദിച്ചെങ്കിലും മറ്റേ തങ്ങളിനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് മുസ്ലിം സമൂഹം കുറേയും കൂടി ഈ പരിഷ്കരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ഈ കാർക്കശ്യം വേണ്ടാന്ന് വെക്കുമ്പോഴേ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കേരളത്തിലിപ്പോൾ നമ്പൂരി സമുദായം ഇങ്ങനെ എല്ലാവരും ആ പൗരോഹിത്യത്തിന് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഹിന്ദുക്കൾക്കൊന്നും ഇപ്പോൾ വലിയ പൗരോഹിത്യത്തിൻ്റെ കാര്യമൊന്നുമില്ല. ക്രൈസ്തവർക്കും അങ്ങനെയില്ല. ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ ഈ മത്രാനും വൈദികരും ഒക്കെ ആയിട്ട്. അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഭീകരമായ പിടിയുണ്ടായിരുന്നു സാർ. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ സന്തോഷപൂർവ്വം പാണക്കാട് നിങ്ങളോട് ചോദിക്കാൻ പോയില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ഈ പൗരോഹിത്യത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലാതെ സത്യത്തിൽ മതത്തിനകത്ത് വിമോചനം എന്ന് പറയുന്ന ഒരു സംഗതി, മനുഷ്യ വിമോചനം മതത്തിൻ്റെ അജണ്ടയായി മാറുന്നതിനാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുക. അത് കേരളീയ സമൂഹത്തിൽ അത്ര എളുപ്പമല്ല. നടന്നിട്ടുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങിയത്, മുസ്ലിം പെൺകുട്ടികളെ ഉദ്യോഗത്തിന് അയക്കാൻ തുടങ്ങിയത്, മുസ്ലിം പെൺകുട്ടികൾ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നില്ലെങ്കിൽ ഇപ്പോഴും ഒരു പഞ്ചായത്തിലേക്ക് മുസ്ലിം പെണ്ണ് മത്സരിക്കില്ല. അപ്പോൾ അത്തരം പരിഷ്കാരങ്ങളെ കാലം മാറുമ്പോൾ നിർബന്ധിതമായ അവസ്ഥയിൽ മൗനം കൊണ്ട് പിന്തുണക്കുകയല്ലാതെ ക്ലർജി പരസ്യമായി നേരത്തെ 2029 തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വനിതാ സംവരണം വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ പരിശീലനം കൊടുക്കണം എന്നൊരു ചിന്ത പോലും ഇതുവരെ വന്നിട്ടില്ല. നിവൃത്തിയില്ലാതാകുമ്പോൾ ആരെങ്കിലും പിടിച്ചു നിർത്തും. അങ്ങനെയാണ് ഇതെല്ലാ കാര്യത്തിലും ഉണ്ട് സാർ. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ കാണാമോ, സിനിമയിൽ അഭിനയിക്കാമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മുസ്ലിം ക്ലർജി ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാരികളൊക്കെ പുതിയ മാധ്യമം അല്ലെങ്കിൽ സിനിമ, അതിൻ്റെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, കഥ, തിരക്കഥ, നടനം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ അഭിരമിക്കുന്നുണ്ട്, ഇവരോട് ചോദിച്ചിട്ടല്ല. അതുകൊണ്ട് അവിടെ ഒരു അനുഭവം ചേർക്കാനുണ്ട്. ഞാനൊരിക്കൽ കാന്തപുരം ഉസ്താദിനെ അവരുടെ ആവശ്യപ്രകാരം റിസാലയ്ക്ക് വേണ്ടി അഭിമുഖം ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉസ്താദ് എന്തെങ്കിലും വല്ല സിനിമയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് കാലത്ത്? അത് ഒരു അവരുടെ എന്തോ ഒരു ജൂബിലി വലിയ വോളിയം ഇറക്കുകയാണ് റിസാലയുടെ. വലിയ സുവനീർ പോലെ ഇറക്കുന്ന ഒരു വോളിയത്തിന് വേണ്ടിയിട്ടാണ്. അതിലുണ്ടാവും ഇത് ഈ പറഞ്ഞ ഭാഗം. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അല്ല മമ്മൂട്ടി ഇവിടെ ഒരു വലിയ നടനാണല്ലോ, അദ്ദേഹത്തിൻ്റെ സിനിമയും കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അല്ല, കാണൂല. കാരണം എന്താ വെച്ചാൽ അത് അവരൊരു നയം രൂപീകരിച്ചിട്ടില്ല. സിനിമ കാണാമോ കാണാൻ പാടില്ലയോ ഇങ്ങനെ ഇപ്പോഴും കുറ്റബോധമില്ലാതെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോയി സിനിമ കാണാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി പോകാൻ തുടങ്ങി. കാരണം ചില കാര്യങ്ങൾ ഇവരോട് ചോദിക്കേണ്ടതില്ലാന്ന് തീരുമാനിച്ചു. വീഡിയോ ക്യാമറ കല്യാണങ്ങളിൽ വന്ന കാലത്ത് ഇവർ പറയും, വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ നിക്കാഹ് നടത്താൻ വരില്ല എന്നൊക്കെ കാസിമാർ പറയുമായിരുന്നു, കാദിമാർ ഉസ്താദുമാർ പറയുമായിരുന്നു. പതുക്കെ ഉസ്താദുമാർ വന്നില്ലെങ്കിലും കല്യാണം നടക്കുമെന്നും വീഡിയോ ക്യാമറ, കാലി വന്നില്ലെങ്കിലും വീഡിയോ ക്യാമറ വരുമെന്ന് ഉറപ്പായി. പതുക്കെ അവർ നയം മാറ്റി, നിലപാട് മാറ്റി. ഇപ്പോൾ വീഡിയോ ക്യാമറ പാടുണ്ടോ എന്ന് തർക്കിച്ചവർ ഈ മതസംഘടന, അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറയുന്ന മതസംഘടന സ്വന്തം ചാനൽ തുടങ്ങി. അറിയില്ല, ദർശന ചാനൽ അവരുടേതാണ്. എല്ലാ പണ്ഡിതന്മാരും സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങി. മതപ്രസംഗം വിറ്റ് കാശുണ്ടാക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണ് എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും. അതുകൊണ്ട് കാലം മുന്നോട്ട് പോകുമ്പോൾ, ഇവരെ അവഗണിച്ച് ലോകം മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുമ്പോൾ, ആ കമ്മ്യൂണിറ്റിയുടെ പിന്നാലെയും കാലത്തിൻ്റെ പിന്നാലെയും ഈ പണ്ഡിതന്മാർ ഒഴുകിയെത്തുന്ന ഒരു ചിത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളത്. അതിന് എൻ്റെ എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച ഇനിയും തുടരാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.